ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജയപാലിന്റെ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാനാവാതെ അച്ഛനു വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് വിശാൽ പറയുന്നുണ്ട്. അച്ഛന്റെ കണക്ക് അച്ഛൻ തീർക്കുമെന്നും അത് വീട്ടാൻ മക്കൾ നിൽക്കേണ്ടെന്നും ജയപാലിനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിലോ, അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്ന അച്ഛാ. അരവിന്ദന്റെ മരണമടക്കം അച്ഛന്റെയും എന്റെയും വഴി രണ്ടാണെന്നേ ഉള്ളൂ. ലക്ഷ്യം ഒന്നു തന്നെയാ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയല്ല അച്ഛാ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ തല്ലിയതും കുടുംബക്കാർ തന്നെയാ, അച്ഛനും നിവിനേട്ടനുമൊക്കെ എന്ന് വിശാൽ പറയുന്നുണ്ട്. ഞാൻ ഇത് ചെയ്യാൻ കാരണം നിവിനേട്ടനാ. നടുറോട്ടിൽ നിന്ന് കാവേരിയോട് വിളിച്ച് പറയുവാ ഐ ലവ് യു എന്ന്. നിവിനേട്ടനെ മാത്രം വിചാരിച്ച് ജീവിക്കുന്ന രാഗിണി ചേച്ചിയെ ഓർത്തപ്പോ അത് നേരിക്കണ്ട എന്റെ ചങ്ക് പൊള്ളിപ്പോയച്ചാ എന്ന് വിശാൽ പറയുന്നത് കേൾക്കേ നിവിൻ അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ടെൻഷനോടെ രാജേശ്വരിയും ചോദിക്കുന്നുണ്ട്. ഞാനേ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ കലിപ്പിൽ കോളേജിൽ ചെന്നപ്പോഴാ അവൾ വന്നെന്റെ മുന്നിൽ ചാടുന്നത് എന്ന് വിശാൽ പറഞ്ഞു നിർത്തേ. ജയപാലിനും രാജിക്ക് എന്താ സംശയം? നടു റോട്ടിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ധൈര്യം കാണിക്കുന്നവർക്കേ ഒരു ഐ ലവ് യു പറയാനാണോ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് പ്രവീണയോടായി നിവിനെയും വിളിച്ച് അകത്തേക്ക് പോകാനായി പറയുന്നുണ്ട് ജയപാലൻ. പ്രവീണ വിശാലിനെയും കൊണ്ട് പോകുമ്പോഴേക്കും ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ ആലോചിക്ക് രാജി എന്ന് ജയപാലേട്ടൻ പറയേ രാജേശ്വരിയും ടെൻഷനോടെ നിൽപ്പാ. രാത്രിയാവുമ്പോൾ സ്നേഹതീരത്തെ സിറ്റൗട്ടിൽ സങ്കടത്തോടെ പുറത്തേക്ക് നോക്കി നിൽപ്പാ യമുന. കാവേരി അങ്ങോട്ട് വന്ന് മോളെ യമുനെ, നീ ഇവിടെ വന്ന് നിൽക്ക. റൂമിലൊക്കെ ഞാൻ തിരഞ്ഞു. കുറച്ചു നേരം പോയി കിടക്കാൻ പാടില്ലായിരുന്നു മോളെ. ഒട്ടും റെസ്റ്റ് എടുത്തില്ലല്ലോ നീ. ഇവിടെ വന്നിട്ടും ചോദ്യം ചെയ്യലും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന് കാവേരി പറയേ സങ്കടത്തോടെ യമുനയും കിടക്കുന്നില്ലേച്ചി, പേടിയാവുന്നെന്നോ? എന്തിന്? സ്വപ്നം കാണുമെന്ന് വിചാരിച്ചാണോ എന്ന് കാവേരി ചോദിക്കേ. അതിനുറങ്ങാൻ സാധിച്ചിട്ട് വേണ്ടേ സ്വപ്നം കാണാൻ? ചുറ്റുമുള്ള ചുമരുകള്, അടഞ്ഞ വാതിലുകള് ഒക്കെ എനിക്ക് പേടിയാ ചേച്ചി. ഒരു മുറിക്കുള്ളിലിരിക്കുമ്പോ പെട്ടെന്ന് ആരെങ്കിലും പുറത്തുനിന്ന് വാതിലടച്ചു കളയുമോ എന്നുള്ള പേടിയാ. രക്ഷിക്കാൻ ആരുമില്ലാതെ ഞാൻ 4 ചുമരുകൾ തീർത്ത ആ ജയിലിനുള്ളില് വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള അവന്റെ വരവിന് കാതോർത്ത് എന്നൊക്കെ പറഞ്ഞവൾ സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴേക്കും കാവേരി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. എന്റെ മോളെ അവൻ അത്രയ്ക്ക് പേടിപ്പിച്ചോ എന്ന് കാവേരി ചോദിക്കുമ്പോഴേക്കും യമുനയും ചുറ്റും നോക്കിക്കൊണ്ട് അവനിടുന്ന് പോയല്ലോ ചേച്ചി എന്ന് പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. പോയി മോളെ എന്ന് കാവേരിയും. ഇനി വരില്ലല്ലോ അല്ലേ ചേച്ചി എന്നവൾ പരിഭ്രമത്തോടെ ചോദിക്കേ. ഇല്ല മോളെ, ഇനി വരില്ല എന്ന് കാവേരിയും. അവന്റെ ഷൂവിന്റെ ശബ്ദം കേട്ട പോലെ തോന്നി എനിക്ക് എന്നവൾ പറയേ. അത് ഉറക്കവും ക്ഷീണവും ടെൻഷനും എല്ലാം കൊണ്ട് തോന്നുന്നതാ. നമുക്കകത്ത് പോയി കിടക്കാമെന്ന് പറഞ്ഞ് കാവേരി വിളിക്കുക. അതെ ചേച്ചി, കിടക്കുമ്പോ അവൻ വന്നാലോ എന്നവൾ പേടിയോടെ ചോദിക്കേ. അങ്ങനെ വരില്ല മോളെ എന്ന് കാവേരിയും. വന്നാലേ ഞാനിവിടെ ഇല്ലാന്ന് പറയണേ എന്ന് യമുന പറയേ. പറഞ്ഞോളാം മോളെ, വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാവേരി. എന്നാലും പോവില്ല അവൻ, എനിക്കറിയാം എന്ന് പേടിയോടെ യമുനയും. ഞങ്ങൾ പറഞ്ഞു വിട്ടോളാം മോളെ, വാ, അവിടൊന്നും ആരുമില്ല, വാ എന്ന് പറഞ്ഞ് കാവേരി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. പിന്നീട് റൂമിൽ കിടന്നുറങ്ങുന്ന യമുനയുടെ നെറ്റിയിൽ തുണി നനച്ചിടുകയാ ശാരദ. അവളെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് രാധമ്മയും നിളയും അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉറങ്ങിയെന്ന് തോന്നണമ്മ എന്ന് ശാരദ പറയേ. ആരും ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇടയ്ക്ക് വന്നു നോക്കിയതാ. 1-2 ദിവസം കൊണ്ട് ഒരായുസ് മുഴുവൻ പേടിക്കേണ്ടത്രയും പേടിച്ച കുഞ്ഞല്ലേ. നോക്കുമ്പോ പനിച്ചു തുള്ളി കിടക്കുന്നു. പിച്ചും പെയ്യുമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ മനസ്സിൽ കാര്യമായ തെണ്ണമുണ്ട്. ദേവീക്ഷേത്രത്തിൽ ശത്രു സംഹാരവും പുഷ്പാഞ്ജലിയും ഒക്കെ നടത്തണം എന്ന് രാധമ്മ യമുനയെ നോക്കിക്കൊണ്ട് പറയുകയാ. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോണമല്ലോ. കുറവുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് വൈകിട്ട് അമ്പലത്തിലും പോവാം എന്ന് പറഞ്ഞ് ശാരദ യമുനയെ തൊട്ട് നോക്കി. ചൂട് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയേ രാധമ്മയും പറയുന്നുണ്ട്. പേടിച്ചതിന്റെ എന്നാലും വഴിപാടൊന്നും മുടക്കണ്ടെന്ന്. അത് സംബന്ധിച്ച് സമയം ഒരുപാടായല്ലോ. അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നിള, മോൾ അച്ചമ്മയുടെ കൂടെ കിടക്ക്, അല്ലെങ്കിൽ പനി പകരുമെന്ന് ശാരദ പറയുന്നുണ്ട്. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ലടി. ഉറക്കം വരുമ്പോ പോയി കിടന്നോളാം. നീ കിടന്നോ, ഞാൻ വന്നേക്കാമെന്ന് രാധമ്മയും നിളയും പറയുന്നുണ്ട്. ഞാൻ ഇവിടെയാ കിടക്കുന്നേ. എനിക്ക് യമുനേച്ചിയെ കണ്ടുകൊണ്ട് കിടക്കണം. പനി പിടിച്ചാ പനി പിടിച്ചോട്ടെ എന്ന് ശാരദയും. ഞാൻ എന്നാ കിടക്കാൻ നോക്കട്ടെ അമ്മ. നടു കിടന്ന് പൊട്ടുക, ഉറക്കമൊന്നും വരുമെന്ന് തോന്നണില്ല. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കാമെന്ന് ശാരദയും പറയുന്നുണ്ട്. നീ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇവിടെയുണ്ട് എന്ന് രാധമ്മ പറയെ. ഉറങ്ങിക്കിടക്കുന്ന യമുനയെ ഒരു നിമിഷം നോക്കി നിന്ന് ശാരദ ഉറങ്ങാനായി പോവുകയാണ്. അപ്പോഴേക്കും യമുന അസ്വസ്ഥതയോടെ ഉണർന്ന് അമ്മയെന്ന് വിളിച്ച് ഞെട്ടി ഉണരുകയാ. രാധമ്മയും നിളയും ചേർന്ന് അവളെ ആശ്വസിപ്പിച്ച് ഉറങ്ങിക്കോ എന്ന് പറയുന്നു. സങ്കടത്തോടെ രാധമ്മ പറയുന്നുണ്ട്. പൂ പോലുള്ള ഈ കൊച്ചിനെ ഉപദ്രവിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു ഇവനൊക്കെ? ഒരുത്തിനും ഗതി പിടിക്കില്ല. എന്റെ കൊച്ചിനെ വിഷമിപ്പിച്ച ഒരുത്തിനും ഗതി പിടിക്കില്ല എന്നവർ പറയെ വിറയിലൂടെ രാധമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ച് കിടക്കുകയാ യമുനയും. ഉറങ്ങാതെ ടെൻഷനോടെ ഹാളിൽ തന്നെ ഇരിക്കുക കാവേരിയും ഗംഗയും. ശാരദ അങ്ങോട്ട് വന്നിരിക്കുമ്പോഴേക്കും അമ്മ ഇതുവരെ കിടന്നില്ലേ, പോയി കിടന്നുറങ്ങമ്മയെന്ന് കാവേരി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഉറക്കമില്ല, തലവേദന ഇപ്പോ കൂടും എന്നവൾ പറയെ ശാരദയും പറയുന്നുണ്ട്. ആത്മാക്കളൊക്കെ ഉണ്ടെന്നാ മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായി, അതൊക്കെ ചുമ്മാ പറയുവാന്ന്.
അത് കേൾക്കെ കാവേരിയും കണ്ടില്ലേ പിച്ചുമ്പയും പറയുന്നത് എന്നവൾ പറയുന്നത് കേൾക്കെ ഉറക്കം നിന്നിട്ട് എന്റെ വെളിവൊക്കെ പോയെന്നാണോ നീ പറയുന്നത്? അതൊന്നുമല്ലടി, നിങ്ങളുടെ അച്ഛന്റെ കാര്യമാ. ആത്മാക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അരവിന്ദേട്ടന്റെ ആത്മാവ് വന്ന് ജയപാലിനെയും മകനെയും ഒക്കെ കൊന്നേനെ എന്ന് ശാരദ പറയേ. അച്ഛന്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും അമ്മേ എന്ന് ഗംഗയും ചോദിക്കുക. കാവേരിയും പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ആത്മാക്കൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നമ്മേ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമെന്ന്. നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാടി എന്ന് ഗംഗയും ചോദിക്കുക. കേസ് കൊടുക്കണം വിശാലിനെതിരെ എന്ന് കാവേരിയും. കേസ് കൊടുത്ത ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവർ യമുനയെ വലയ്ക്കും, നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെടും എന്ന് ഗംഗേച്ചി പറയെ. ധൈര്യപൂർവ്വം നേരിടണം ഗംഗേച്ചി, അജയപാലനും അവരുടെ മകനും അകത്തു പോണം എന്ന് കാവേരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങ് അകത്താക്കാൻ പറ്റുന്ന ആൾക്കാരാണോ അവര്? പണവും സ്വാധീനവും ഒക്കെയുണ്ട്. ഇനിയിപ്പോ അഥവാ അവരകത്ത് പോയാൽ തന്നെ അവരുടനെ തന്നെ ഊരിപ്പോരും, പിന്നെ പിന്നാലെ നടന്ന് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് ശാരദ പറയുന്നുണ്ട്. അതെ കാവേരി, അതൊക്കെ വലിയ പൊല്ലാപ്പ എന്ന് ഗംഗേച്ചിയും. പിന്നെ വിശാലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമ്മുടെ ഭാഗത്തുമുണ്ട് തെറ്റ് എന്ന് അമ്മ പറയേ. അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട വേണ്ട 1000 വട്ടം പറഞ്ഞതാ, എന്നിട്ട് അവള് കേട്ടോന്ന് ഗംഗയും പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ അവളെ മാത്രമാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാവേരിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതും പറയണമെടി, ആരെങ്കിലും അവളുടെ കൈയും കാലും പിടിച്ചുകെട്ടി കാറി കയറ്റി കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ച് ശാരദയും എഴുന്നേറ്റ് നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ തന്നെ സൂക്ഷിക്കണം, വേറെന്ത് ചെയ്യാനെന്ന് ചോദിച്ച് അവിടുന്ന് പോവുകയാ. പുറകെ ഗംഗേശിയും എഴുന്നേറ്റ് പോകുന്നുണ്ട്. കാവേരിയും സങ്കടത്തോടെ അച്ഛന്റെ മാലയിട്ട് വെച്ച ഫോട്ടോയിലേക്ക് നോക്കി. അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്ന് അച്ഛനോടായി, ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ അച്ഛാ? എന്തൊക്കെ ഇവിടെ നടക്കുന്നെന്ന് എനിക്ക് പോലും അറിയില്ല. അച്ഛനൊന്ന് തിരിച്ചു വാ അച്ഛാ, ഇവിടുത്തെ കുഴപ്പങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി അതൊന്ന് പരിഹരിച്ചു താ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങുന്നില്ല, എന്റെ കയ്യിൽ നിൽക്കുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞവൾ സങ്കടത്തോടെ അച്ഛന്റെ ഫോട്ടോയിലൊക്കെ നോക്കി പൊട്ടിക്കരയുകയാ. രാവിലെ ആവുമ്പോ യമുനയെ ഹോസ്പിറ്റലിൽ കാണിച്ച് റോഡിലൂടെ നടന്നു വരികയാ കാവേരിയും ശാരദയും. വീടിനടുത്ത് എത്താറാവുമ്പോഴാണ് ലൂസിയമ്മയും കൂട്ടരും അതുവഴി വരുന്നത്. അവരെ കണ്ട് ഇത് മറ്റവളല്ലേ, ആ മാർത്തണ്ഡകാരി എന്ന് കൂടെയുള്ള ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്. അതെ അതെ, അയൽവക്കമാണേലേ, ഇതുവരെ വിശദമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഷാളിൽ പൊതിഞ്ഞോണ്ടല്ലേ വന്നത്. വന്നേ, നമുക്ക് കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് പറഞ്ഞ് ലൂസിയാമ്മ കൂടെയുള്ളവരെയും വിളിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. ശാരദയൊന്നും അവിടെ നിന്നേ. അല്ല, എവിടെ പോയതാ രാവിലെ തന്നെ? ആശുപത്രിയിലെ കവറൊക്കെ ഉണ്ടല്ലോ കയ്യില് എന്ന് ലൂസിയമ്മ ചോദിക്കേ. ആശുപത്രി തന്നെയാ പോയത് എന്ന് ശാരദയും പറയുന്നുണ്ട്. പരിഹാസ ചിരിയോടെ ഞാനതങ്ങോട്ട് പറയാനിരുന്നതാ. എന്തായാലുമേ ആശുപത്രിയിലൊന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാ, കുറെ ആമ്പിള്ളേരുടെ കൂടെ താമസിച്ചതല്ലേ എന്ന് ലൂസിയമ്മ അർത്ഥം വെച്ച് പറയുന്നത് കേൾക്കേ. അവൾക്ക് പനിക്ക് മരുന്ന് മേടിക്കാനാ പോയത് എന്ന് ശാരദയും പറയുന്നുണ്ട്. ഒരു ചിരിയോടെ ലൂസിയമ്മയും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി നാട്ടുകാരോടെ. നമ്മുടെ കൊച്ചിന്റെ കാര്യം നോക്കേണ്ടത് നമ്മളല്ലയോ, എന്നെങ്കിലും ഒരുത്തം വന്ന് കൈയേക്കേണ്ടതല്ലയോ. അതുകൊണ്ടേ ഇതൊന്നും പുറത്താരും അറിയണ്ട. പനിക്ക് മരുന്ന് വാങ്ങുന്ന കൂട്ടത്തിൽ മറ്റേ ഡോക്ടറെ കൊണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ കൂടെയുള്ള സ്ത്രീയോടായി, ഈ പേരെടുക്കുന്ന ഡോക്ടറിനെ എന്തു അടി പറയുന്നത് എന്ന് ചോദിക്കേ. ഗൈനക്കോളജിസ്റ്റ് എന്നവരും വായിക്കൊള്ളാത്ത വാക്കാ, എന്നാലും അവരെ കൂടി ഒന്ന് കാണിക്കുന്നത് നല്ലതാ, പേടിക്കാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ ലൂസിയമ്മ പറയുന്നതുകൾക്ക് സങ്കടത്തോടെ കരയാൻ തുടങ്ങുക യമുനയും. ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് നിൽപ്പാ കാവേരിയും. ലൂസിയമ്മേ, നിങ്ങൾ ഇതെന്തൊക്കെ ഈ പറയുന്നേ എന്ന് ശാരദ ചോദിക്കേ. ഞാൻ പറയുന്നത് നല്ലതിനു വേണ്ടി തന്നെയാ. നമ്മുടെ കൊച്ചിന് ഇഷ്ടമുണ്ടായിട്ടാ അല്ലേന്നൊന്നും വലിയ കാര്യമൊന്നും അല്ല. എല ചെന്ന് മുള്ളെ വീണാലും മുള്ളു ചെന്ന് ഇല വീണാലും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പം ഇല വീണ് കിടക്കുക, അധികം തട്ടുകേട് പറ്റാതെ ഊരിയെടുക്കണം എന്ന് ലൂസിയമ്മ ഒരു പരിഹാസ ചിരിയോടെ പറയാ. ലൂസിയമ്മേ, മനസാക്ഷി നിരക്കാത്തത് പറയരുത് കേട്ടോ, അവക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ശാരദയും. ആമ്പിള്ളേരോടൊപ്പം ഒരു രാത്രി കഴിഞ്ഞെന്നാണല്ലോ ഇവിടെ എല്ലാം പറഞ്ഞു കേൾക്കുന്നത്, അത് നുണയാണോ എന്ന് ലൂസിയമ്മയും. അത് കേട്ട് കാവേരിയും ദേഷ്യത്തോടെ, ലൂസിയമ്മേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാരെങ്കിലും കണ്ടോ എന്റെ അനിയത്തി ആമ്പിള്ളേരോടൊപ്പം കഴിയുന്നത് എന്നവൾ ചോദിക്കുന്നുണ്ട്. കാണാത്തവരെ കൊണ്ട് പറയിപ്പിക്കില്ലേ, കണ്ടവരൊട്ട് പറയുകയുമില്ല എന്ന് ലൂസിയമ്മ വീണ്ടും പറയേ. ലൂസിയമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ലൂസിയമ്മയ്ക്ക് മാത്രമല്ല, ഇവിടെ കൂടി നിൽക്കുന്നവർക്കൊക്കെ എന്താ അറിയേണ്ടത്? ഞങ്ങളുടെ അച്ഛൻ മരിച്ചു, വീട് ജപ്തിയായി, കിടക്കാനൊരിടമില്ലാതായി, അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഈ അഭ്യുദയ കാംക്ഷികളെ. ഇത്രയും കാലം ഈ ഭൂമുഖത്ത് ജീവിച്ചതാ എന്റെ അനിയത്തി. ഇതിനിടയിൽ അവക്ക് വിശന്നിട്ടുണ്ട്, വേദന കൊണ്ട് കരഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ള കോഴ്സിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ക്ലാസ് ഇന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും കണ്ടില്ലല്ലോ ഈ ചെന്നായ്ക്കളെ ആരെയും. ഇപ്പൊ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാ, നിങ്ങളുടെ വീട്ടിലുമില്ലേ കല്യാണ പ്രായമായവരും കല്യാണം കഴിഞ്ഞവരുമായ പെൺകുട്ടികള്? അവർക്കാർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാ നിങ്ങൾ എല്ലാവരും കൂടി കൊത്തിപ്പറിക്കോ? ഇങ്ങനെ അവര് നിങ്ങളൊക്കെ കൂടി ഒറ്റപ്പെടുത്തുകയും കുരിശിലേറ്റുകയും ചെയ്യും. നിലത്ത് വീഴുന്ന അവരുടെ കണ്ണീരും ചോരയും ഒക്കെ നക്കി കുടിച്ച് വിശപ്പകറ്റോ
എന്നവൾ ചോദിക്കേ, ഓ ഇപ്പൊ അങ്ങനെയായോ, നമുക്ക് പോയേക്കാം ലൂസിയാമ്മേ, ഇന്നത്തെ കാലത്തെ നല്ലത് പറഞ്ഞു കൊടുത്താ അതൊക്കെ തെറ്റാ എന്ന് ലൂസിയാമ്മയുടെ കൂടെയുള്ള ഒരു സ്ത്രീ പറയുകയാണ്. കാവേരിയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നതിന് വേണ്ടിയാ ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇനി നിങ്ങളുടെ ഭാഷയിൽ എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അതങ്ങ് സഹിച്ചോളാം. ഇനി നല്ലത് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ വരണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ തലയിടാൻ ഞങ്ങൾ വരുന്നില്ലല്ലോ, അതുപോലെ ഞങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ, വെറുതെ വിട്, പോയാട്ടെ എന്ന് കാവേരി ദേഷ്യത്തോടെ പറയേ അവർ നടന്നു നീങ്ങുകയാ. വാ മോളെ, വെള്ളത്തിൽ വരയ്ക്കുന്ന പോലെയാ ഇവരോടൊക്കെ വായിട്ടലയ്ക്കുന്നത് എന്ന് പറഞ്ഞ് യമുനയെ ചേർത്ത് പിടിച്ച് നടന്നു നീങ്ങുകയാ ശാരദയും. കൂടെയുള്ള സ്ത്രീയും ലൂസിയമ്മയോട് പറയുന്നുണ്ട്, അവർ പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ. നമ്മുടെ കുട്ടികളെങ്ങാനും അവളെ പോലെ മതം പൊട്ടി നിൽക്കുവാണ്. ആരെങ്കിലും ആണുങ്ങൾ വിളിച്ചാൽ കൂടെ ഇറങ്ങിപ്പോവാൻ. പെണ്ണ് വയറും വീർപ്പിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഈ വീറൊക്കെ അങ്ങ് കുറഞ്ഞോളും. അത് കേട്ട് നടന്നു നീങ്ങുകയായിരുന്ന കാവേരിയും തിരിഞ്ഞു നിന്ന് ദേഷ്യത്തോടെ ചുറ്റുപാട് നോക്കി അവിടെയൊക്കെ പരതി ഒരു കല്ലെടുത്ത് ഈ എന്താടി പറഞ്ഞെന്ന് ചോദിച്ച് അവരുടെ നേരെ എറിയാനായി ഓടുകയോ. ഓടിക്കോ എന്ന് പറഞ്ഞ് ലൂസിയാമ്മ അവരെയും കൊണ്ട് ഓടുമ്പോഴേക്കും കാവേരി അവരുടെ നേരെ കല്ല് വലിച്ചെറിയുകയാ. മോളെ കാവേരി, അവിടെ നിൽക്കാനെന്ന് ശാരദ വിളിച്ചു പറയുന്നുണ്ട്. പേടിച്ചോടുന്ന അവരുടെ നേരെ വീണ്ടും കല്ലെറിഞ്ഞുകൊണ്ട് കാവേരിയും വിളിച്ചു പറയുന്നുണ്ട്, ഇപ്പൊ രക്ഷപ്പെട്ടു പോയിക്കോ, എല്ലാം സുഖ അന്വേഷണവും പരദൂഷണവുമായിട്ടെ മേലാൽ ഈ വഴി കയറി വന്നിട്ടുണ്ടെങ്കിലേ ഓരോന്നിന്റെയും വൃത്തികെട്ട നാവരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. അരവിന്ദന്റെ മകള് കാവേരിയാ പറയുന്നത്, കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മകള് എന്നവൾ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നത് കേട്ട് ഒരു നെടുവീർപ്പോടെ നിൽക്കുകയാ ശാരദയും. വിശാലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ജയപാലനും. ജയപാലൻ മൊബൈലിൽ ആരോടോ സംസാരിക്കുക. എടോ അതൊന്നുമല്ല, അവനൊരു ബൈക്ക് ആക്സിഡന്റിൽ പരിക്കു പറ്റിയതാ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലയോ, സൈലൻസർ ഒന്നുമില്ലാതെ പെട്രോൾ ടാങ്കിന് മുകളിൽ കയറി നിന്നല്ലയോ വണ്ടി ഓടിക്കുന്നത്. ഒരു സെക്കൻഡ് കയ്യിൽ നിന്ന് പോയി, ഹോ, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്നാ ഞങ്ങൾ കരുതുന്നു. അവിടെ വെച്ച് തന്നെ, മാർത്താണ്ഡത്ത് വെച്ച് തന്നെ. എടോ ഇതിലൊക്കെ പെണ്ണ് കേസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതേ ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട ഈ നാറിയ പണി കൊണ്ടൊന്നും ജയപാലിനെ ഒതുക്കാൻ പറ്റത്തില്ല. എന്റെ മോനെ ആ ടൈപ്പൊന്നുമല്ല, അവൻ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ശരി ശരിയെന്ന് പറഞ്ഞ് ജയപാലൻ കോൾ വെക്കുക. ഡോക്ടറെ കാണിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വിശാലിന്റെ അടുത്തേക്ക് വന്നിരുന്നേ, ഇവനൊക്കെ സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയാ പോരെ, ജയപാലിന്റെ പോക കാണണം, അത്ര തന്നെ എന്ന് ജയപാലനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വിശാലും അച്ഛന്റെ കൈ കവർന്നെടുത്ത്, സോറി അച്ഛാ, എന്നോട് ക്ഷമിക്കേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ, ഞാൻ ഇനി ആവർത്തിക്കില്ല, ഞാൻ വേണമെങ്കിൽ അച്ഛന്റെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജയപാലൻ തടഞ്ഞുകൊണ്ട്, എന്തുവാടാ ചുമ്മാ തിരിയടാ, എടാ പോട്ടടാ, ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താന്ന് മനസ്സിലാക്കിയാ മതി നീ, എടാ പോട്ടട മോനെ, വിട്ടുകളയടാ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിശാലിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക ജയപാലൻ. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് പ്രവീണ എങ്ങോട്ട് വരുന്നത്. ആഹാ, ഇന്നലത്തെ മട്ടുമാതിരിയൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി അച്ഛനും മകനും ഇനി ആജീവനാന്തം ശത്രുക്കളായിരിക്കുമെന്ന്. എന്നവൾ പറയേ, പോടി പോത്തെ, അത് നിനക്ക് വിവരമില്ലാത്തോണ്ട് തോന്നാ. ഇവനെ ഇതൊക്കെ ചെയ്തതേ എന്നോടുള്ള സ്നേഹം കൊണ്ടാ, പക്ഷേ തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി. എടാ മക്കളെ, നീ അവനെ കൊന്നിട്ട് വാടാ, ബാക്കി ഞാനേ. പക്ഷേ പെണ്ണിനെ തൊട്ടുള്ള കളി അത് മാത്രം വേണ്ട, പൊള്ളും എന്ന് ജയപാലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോന് കൊടുക്കുന്ന ഉപദേശം നോക്കിയേ എന്ന് പ്രവീണയും പറയുന്നുണ്ട്. എന്താടി, ഇവനെ ജയപാലന്റെ മോന, തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചും വിരിച്ച് നടക്കേണ്ടവനാ. ഇവന്റെ ഏത് കാര്യത്തിനും ഞാനുണ്ട്, പിന്നെ തെറ്റ് കണ്ട ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഇടപെടാ അല്ലടാ എന്ന് പറഞ്ഞവനെ ചേർത്ത് പിടിച്ചിരിക്കുക ജയപാലൻ. അത് കേട്ട് പ്രവീണയും, എന്നാൽ ഇപ്പോ ഇത് നിങ്ങൾ തമ്മിൽ മാത്രമുള്ള ഇടപാടല്ലല്ലോ ജയപാലേട്ട, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതും പൂട്ടിയിടുന്നതും ഒക്കെ ജയപാലേട്ടൻ പറഞ്ഞതുപോലെ തെറ്റു തന്നെയാ. യമുന ഇവന്റെ കൂടെ സ്വമനസ്സാലെ പോയതാന്നുള്ള കാര്യവും ഞാൻ അങ്ങ് മറന്നേക്കാം. എനിക്ക് ചില സംശയങ്ങളുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ചെയ്തതൊക്കെ ന്യായമാണോ എന്ന് പ്രവീണ ചോദിക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞോ എന്ന് ജയപാലനും. ന്യായമല്ലെന്ന് മാത്രമല്ല, തികഞ്ഞ അന്യായങ്ങൾ പലതും ചെയ്തിട്ടുമുണ്ട്. യമുനയെ അവിടെ പൂട്ടിയിട്ട് അവൾക്കൊരു മാനക്കേടുണ്ടാക്കണമെന്ന് മാത്രമേ നമ്മുടെ മോൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ മറ്റൊരു വിധത്തിലും ഉപദ്രവിച്ചിട്ടില്ല. അതിവൻ കാട്ടിയ മാന്യത, അത് തിരിച്ചിങ്ങ് കിട്ടിയോ? പിള്ളേരുടെ നല്ല പ്രായം തുടങ്ങിയിട്ടില്ല. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തിരുത്താം, വേണമെങ്കിൽ 2 തല്ലും കൊടുക്കാം. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ജയപാലേട്ട. മാർത്താണ്ഡത്ത് നിന്ന് തുടങ്ങിയതല്ല ഇവനെ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നത് ആ തയ്യൽക്കാരൻ ചെക്കനില്ലേ, ഡിക്കിയിലിട്ട് ഇവനെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ പഴം തുണിയും കുത്തി തിരികെ. ഇവിടെ എത്തിയപ്പോഴാ കെട്ടൊക്കെ അഴിച്ചുവിട്ടത്. ഈ പ്രായത്തിലുള്ളൊരു കുഞ്ഞിനോട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ ജയപാലേട്ട ഇതൊക്കെ? ഡോക്ടർ പറഞ്ഞത് ജയപാലേട്ടനും കേട്ടതല്ലേ, ബുൾഡോസർ കയറി ഇറങ്ങിയത് പോലാണെന്ന്. അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത് വലിയ കാര്യമാണെന്നല്ലേ ജയപാലേട്ടൻ പറയുന്നത്? പരാതിപ്പെട്ടിരുന്നാൽ ചിലപ്പോ പെടുന്നത് അവരായിരുന്നേനെ. കണ്ണിച്ചോരയില്ലാത്ത വിധമല്ലേ തല്ലി ചതച്ചിരിക്കുന്നത്. മർമ്മത്തൊന്നും അടികൊണ്ട് ജീവൻ പോവാത്തത് ഭാഗ്യം. കൊച്ചിനെ സൗകര്യത്തിന് കിട്ടിയപ്പോ അവരെല്ലാരും കൂടി ജയപാലേട്ടനോടുള്ള പക തീർത്തതായിട്ടാ എനിക്ക് തോന്നുന്നത്. ശാരദയുടെ മക്കള് ആ പെണ്ണുങ്ങൾ വരെ കൈവച്ചു എന്ന് പ്രവീണ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുന്ന ജയപാലിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജയപാലന്റെ പരാതിയെ തുടർന്ന് വിനീതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.